നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് രാത്രി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അതിനിർണായകമായ പോരാട്ടത്തിന് ഇറങ്ങുന്ന FC ബാഴ്സലോണ കോപ്പൻഹേഗനെതിരെ കളിക്കുന്നതിനുള്ള അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സ്ക്വാഡിൽ ഇതാ ഫെറാൻ ടോറസിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. യെസ്, അവൻ മടങ്ങിയെത്തിയിരിക്കുന്നു. ഫെറാൻ ഹാസ് ബീൻ ഗിവൺ മെഡിക്കൽ ഗ്രീൻ ലൈറ്റ്. അപ്പോൾ ബാഴ്സലോണയുടെ കോപ്പൻഹേഗനെതിരെയുള്ള സ്ക്വാഡിലേക്ക് ഫെറാനെ ഉൾപ്പെടുത്തിയ കാര്യം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിക്കൊണ്ട് തന്നെ ബാഴ്സലോണ അറിയിച്ചിരിക്കുന്നു. ഏതായാലും ആരൊക്കെയാണ് സ്ക്വാഡിലുള്ളത് നോക്കാം. സ്ക്വാഡിലുള്ളത് ജോൻ ഗാർഷ്യ, ഷെസ്നി, കൊച്ചൻ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ടുണ്ട്. ബാൾഡെ, റൊണാൾഡോ അറൗഹോ, കുബാർസി, ജെറാർഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക്ക്, ജോഫ്രെ എന്നിവർ ഡിഫൻഡർമാരായിട്ടുണ്ട്. മധുരയിൽ ഫെർമിനും കസാഡോയും ഒൽമോയും ബെർണാലും ടോമിയും ഉണ്ട്. മുന്നേറ്റത്തിൽ ഫെറാനും ലെവൻഡോസ്കിയും ലാമിനെ യമാലും റാഫിഞ്ഞയും റാഷ്ഫോർഡും റൂണിയുമാണുള്ളത്. അപ്പോൾ മികച്ച സ്ക്വാഡ് തന്നെ ഈ മത്സരത്തിനായിട്ട് ഇപ്പോൾ FC ബാഴ്സലോണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം. മുണ്ടോ ഡിപ്പോർട്ടിവോ നൽകുന്ന വിവരപ്രകാരം ബാഴ്സയുടെ സ്റ്റാർട്ടിംഗ് 11 ഇങ്ങനെയാവാം. ഗോൾ കീപ്പറായിട്ട് ജോൻ ഗാർഷ്യ, പിന്നെ കൂണ്ടെ, കുബാർസി, ജെറാർഡ് മാർട്ടിൻ, ബാൽഡെ എന്നിവർ ഡിഫൻസിൽ, എറിക് ഗാർഷ്യ, ഡാനി ഓൾമോ, ഫെർമിൻ എന്നിവരും മധ്യനിരയിൽ, ലാമിനെ യമാലും ലെവൻഡോസ്കിയും റാഫിഞ്ഞയും മുന്നേറ്റങ്ങൾ നയിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാവും. ഏതായാലും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 9ാം സ്ഥാനത്താണ്. ഇന്നൊരു മികച്ച വിജയം നേടിയാൽ ഡയറക്ട്ലി റൗണ്ട് ഓഫ് 16 എത്താൻ പറ്റും. അതിന് ബാഴ്സ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 ക്യാമ്പ് നൗവിൽ ഈ മത്സരം നടക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.